പൊട്ടി മുളച്ചത് നജിദെന്ന നാട്ടിൽ നിന്ന് തന്നെയാണത്. പല കോലമിൽ അവർക്കുള്ള പേരും വന്നതാ. വഹാബി സലഫി മുജാഹിദും പറയുന്നതാ. ഒരു പാർട്ടി കൈപ്പാല പേരുകൾ ഉണ്ടെന്ന എരപ്പന്റെ ഉടുപ്പും പുതപ്പ് വിരിപ്പും ഒന്നാ. നാറ്റം വരുമ്പോൾ പേര് മാറ്റലുമുണ്ട്. പഴങ്കള്ള് പൂത്തൻ കുപ്പിയിൽ എന്നുണ്ട്. ഹിജ്രിയ കൊല്ലം ആയിരത്തിനു ശേഷമായി 140 പിന്നെ 3 കൊല്ലമായി. അന്നാണ് ഈ പ്രസ്ഥാനമാദ്യം മുളച്ചത്. നേതൃത്വം നജ്ദീക്കാണ് അന്ന് ലഭിച്ചത്. ബ്രിട്ടീഷ് സഹായത്തോടവർ വലുതായി. മുസ്ലിംകളെ പലപ്പോഴും കൊല്ലലുമായി. തീമിയ ആശയം കോപ്പിയടിച്ചിട്ടുള്ളതാ. ചാണിന്റെ ചാണായി മീതതിൽ തുടരുന്നതാ. അതു കാരണം തീമിയ പേരും ഉണ്ട്. അഖിലെ ഹദീസ് ചേരിൻ ഈ പറയലുമുണ്ട്. തീമിയ മസ്ജൂൻ ഈ തന്നെ മരിച്ചത്. ഇജ്മാഅ് വിരുദ്ധം പലതുമെന്ന് പറഞ്ഞത്. ആലം ഖാദിമായെന്ന വാദവുമുണ്ട്. തശ്ബീഹ് തജ്സീമോ പറയലുമുണ്ട്. തൗറാത്ത് ഇഞ്ചീൽ മാറ്റിയില്ലെന്നും ജൂതർ നസാറാ ഗ്രന്ഥം തിരുത്തിയില്ലെന്നും ഫതവ മീസാനോ നീ അതിലുണ്ട്. 477 കാണുന്നുണ്ട്. ബ്രിട്ടീഷുകാരോടോ പറയലുമുണ്ട്. തീമിയ ഉള്ളിലി ഇപ്പ് കാണുന്നുണ്ട്. തൗറാത്ത് ഇഞ്ചീൽ മാറ്റി എന്നത് അറിയുന്നതാ. ഓരോ തവണ നോക്കതിലുണ്ടത്. ഉലമാഉകൾ അവയെ എതിർത്തിട്ടുണ്ട്. അന്നുള്ളവർ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ബിദ്അയിനുള്ള തെറ്റുകൾ നീ അറിയണം. അല്ലെങ്കിലോ അത് അപകടത്തിനു കാരണം. ഏവർക്കുമെതിരായി പുതിയ വാദം വേണ്ടതാ. ഈ ചിന്താദീനിൽ തീർച്ച ഒഴിവാക്കേണ്ടതാ. ബഹുഭൂരിപക്ഷം വരുന്ന സുന്നി വിശ്വാസികൾ മുശ്രിക്കുകളും കാഫിറുകളുമാണെന്ന അഹങ്കാരത്തിന്റെ ആക്രോശങ്ങളാണ് വഹാബി പ്രസിദ്ധീകരണങ്ങൾ ഇക്കാലമത്രയും വിസർജിച്ചുകൊണ്ടിരുന്നത്. അൽമനാർ, സൽസബീൽ തുടങ്ങിയ വഹാബി പുരാണങ്ങളുടെ ചിതലരിക്കാത്ത ഏടുകളിൽ ആ വിഷാക്ഷരങ്ങൾ ഇന്നും തെളിഞ്ഞു കാണുന്നു. 1981 ഒക്ടോബർ ലക്കം അൽമനാറിൽ മുഴുവൻ സുന്നികളെയും കൊന്നൊടുക്കണമെന്ന് വരെ വഹാബി വെളിച്ചപ്പാട് ഉറഞ്ഞു തുള്ളുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്,
ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിലാ ജീവിച്ചെങ്കിലുണ്ടല്ലോ. ഇസ്ലാമിന്റെ രാജ്യത്താണെങ്കിൽ ഫിനിഷ്. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. മുശ്രിക്കുകളായ സുന്നി സമൂഹത്തിനിടയിലാണ് എനിക്ക് നിങ്ങൾക്കും തൗഹീദ് പറയാനുള്ളത്. മൊയ്തീൻ ശൈഖ് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ പേരോട് മുശ്രിക്കായി. മൊയ്തീൻ ശൈഖ് രക്ഷിക്കണേന്ന് പറഞ്ഞാൽ പേരോട് മുശ്രിക്കായി. യഥാർത്ഥത്തിൽ ദൈവമേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ബാലേട്ടനാണ് യഥാർത്ഥ മുസ്ലിം. മൊയ്തീൻ ശൈഖ് രക്ഷിക്കണേ എന്ന് പറഞ്ഞവനാണ് കാഫിർ. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ. ബാക്കിയൊക്കെ ഔട്ടായി. മൂജക്ക് എന്തു കുഴപ്പമാണേ ഉള്ളത്, കുഴപ്പങ്ങളായി പലതോട് ഗൗരവമുള്ളത്. അവർക്കുള്ള പുസ്തകം നോക്കിയാൽ കാണുന്നതാ, അതോടെ നാറ്റം ശക്തിയായി തുടരുന്നതാ. ബഹുഭൂരി പക്ഷം സുന്നികൾ മുശ്രിക്കുകളാ, അതു കാരണം അവരോ കേയും കാഫിറുകളാ എന്നുള്ള വിശ്വാസം മുജാഹിദീനുള്ളതാ. അത് കാരണം കുഴപ്പങ്ങളും നടക്കുന്നതാ. അൽമാനാറിത് വ്യക്തമായി പറയുന്നതാ. കാനൂന് സാനിയൻ പതിൽ നോക്കേണ്ടതാ. ഇതുപോലെ സൽസബീലാദാ പറയുന്നു. 89 ജൂണിലും കാണുന്നു ഈ മുശ്രിക്കീങ്ങളെ കൊല്ലണം എന്നുള്ളത്. മുജാവി ഭാഗം വ്യക്തമായി എഴുതുന്നത്. ഒക്ടോബർ ലക്കം അൽ മാനാർ നോക്കേണ്ടതാ. 81 സനതതിൽ കാണുന്നതാ. ഇതു തന്നെയാണ് തീവ്രവാദം. അത് പൊന്നെ അവസാനമായി നഷ്ടത്തിലാണിത് തന്നെ. ഇസ്ലാമിക സമൂഹത്തിലെ തീവ്രവാദ പ്രസ്ഥാനം വഹാബിസത്തിന് ഡിക്ഷണറികൾ നൽകിയ അർത്ഥമാണിത്. കർമ്മം കൊണ്ട് സ്വന്തം പേരിനെ ഇത്രമേൽ യാഥാർത്ഥ്യവൽക്കരിച്ച ഒരു പ്രസ്ഥാനം വഹാബിസമല്ലാതെ മറ്റൊന്നുമില്ല. ദുർറുൽ മുഖ്താർ എന്ന ഗ്രന്ഥത്തിൽ വഹാബി രക്തരക്ഷസിന്റെ അഴിഞ്ഞാട്ടങ്ങളുടെ ദാരുണ കഥകൾ വിശദമായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ കഴിയും. തുർക്കി ഭരണത്തിന്റെ ആണിക്കല്ല് പറിച്ചെടുത്ത് ബ്രിട്ടീഷുകാർക്ക് തിരുമുൽക്കാഴ്ച സമർപ്പിച്ചത് സാക്ഷാൽ വഹാബിസത്തിന്റെ കറുത്ത കരങ്ങളായിരുന്നുവെന്ന് ചിതലരിക്കാത്ത ചരിത്രരേഖകൾ സാക്ഷിയാണ്. സാത്വികരായ വിശ്വാസികളോട് അവിശ്വാസികളുടെ മേലിറങ്ങിയ സൂക്തങ്ങളോതി വ്യാജ അർത്ഥങ്ങൾ നൽകി അവരെ മുശ്രിക്കും കാഫിറുമാക്കി ചിത്രീകരിച്ച് നിഷ്കരുണം കൊന്നൊടുക്കി രക്തപ്പുഴകളൊഴുക്കിയും മുസ്ലിം കബന്ധങ്ങൾക്ക് മുകളിൽ വിപ്ലവ പതാക നാട്ടുകയും ചെയ്ത വഹാബിസത്തിന്റെ ചില്ലാക്ഷര മുഖങ്ങൾ കവി വിവരിക്കുന്നതൊന്ന് ശ്രദ്ധിക്കുക. ദൗലത്ത് വന്നപ്പോൾ വധം നടപ്പാക്കി
ദുറിൽ നോക്കല 428 വാള്യം 3 ഇത് കൊണ്ട് കൊല്ലപ്പെട്ട മുസ്ലിം എത്രയാ കണക്കൊന്ന് നോക്ക് കൂട്ടിയാൽ അത് കോടിയ ആദർശമിത് ജമാ മുജാഹിദിനുണ്ട് അത് കാരണം ഒറ്റിക്കൊടുക്കലുമുണ്ട് തുർക്കിയ ഭരണത്തിന്റെ പതനം പൊന്നെ വഹാബികൾ ഒറ്റിക്കൊടുത്തത് തന്നെ ഇന്നുള്ള പതനത്തിന് കാരണമായത് അന്നുള്ള കാരണം നിത്യമായി എന്നത് അയൽവാസിയെ കൊല്ലേണ്ടതാണ് എന്ന് വിശ്വാസം അപകടം തന്നെയല്ലേ ഇന്ന് യൂദാന സ്വാറാക്കൾ അതാണേ കൂട്ടമായി മുസ്ലിംകളെ കൊല്ലുന്നു കൂട്ടം കൂട്ടമായി ശിർക്കാക്കൾ നിർത്തിയില്ല എങ്കിൽ പിന്നെ രാഷ്ട്രീയ ഭാവിക്കും അപായം തന്നെ. RSS സമം ISM, RSS സമം MSM, RSS സമം KNM. അതുകൊണ്ട് അവിടെ തീവ്രവാദമില്ല. RSS സമം ISM, RSS സമം MSM, RSS സമം KNM. അതുകൊണ്ട് അവിടെ തീവ്രവാദമില്ല. ഞാൻ പറഞ്ഞു അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ തേർഡ് റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയില്ല. ഞാൻ പറഞ്ഞു അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളെ. നിങ്ങൾക്ക് ഇസ്ലാമിനെ സ്നേഹമുണ്ടോ? ഒരുപാട് കാലത്തേക്ക് കുറെ മുസ്ലിയാക്കന്മാരെ ചങ്ങലിൽ കെട്ടിയിട്ട് തിന്നാനും കുടിക്കാനും കൊടുക്കുക, കുളിപ്പിക്കുകയും ഡ്രസ്സ് മാറ്റി കൊടുക്കുകയും ചെയ്യുക. ഒരു 5 കൊല്ലം കേരളത്തിലെ മുഴുവൻ പുരോഹിതന്മാരെയും കൊല്ലണ്ട, പിടിച്ചു കെട്ടിയാൽ മതി. വേദനിപ്പിക്കാൻ നമുക്ക് അവകാശം. ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് 6-ാം നൂറ്റാണ്ടിലെ കുഫാറുകളെ കുറിച്ച് അവതീർണമായ വിശുദ്ധ വചനങ്ങൾ മുസ്ലിം സമൂഹത്തിനെതിരെയാക്കി ചിത്രീകരിക്കുവാൻ നിർലജ്ജം ധൈര്യം കാണിച്ചവരാണ് ആധുനിക വഹാബികൾ. ഖുർആന് ദുർവ്യാഖ്യാനമാണിവർക്കുള്ളത്. ഖവാരിജും ഇത് തന്നെയാ ചെയ്തത്. മഴ വെള്ളം പമ്പിൻ തോളയിൽ വിഷമാണ്, ചേപ്പിന്റെ ഉള്ളിൽ തീയോ മുത്താണ്. ചിരിക്കിന്റെ അഹ്ലിൽ അവതരിച്ചൊരു ആയത്ത് മുസൽമാന്റെ മേൽ ചാർത്തുന്നതാണ് ആപത്ത്. കുഫാരിനുള്ള ബദായി വന്നുള്ളതിൽ കഅബം തവാഫും പേട്ടതാണ് എന്നതിൽ സാദൃശ്യമാക്കാൻ കഴിയലങ്ങനെ പോട്ട വ്യത്യസ്ത വീക്ഷണമെന്നതാണ് ചട്ട. ഇതുപോലെ സനമിൽ മറ്റൊരു ആയത്ത് കഅബന്റെ ഹജറിൽ വേക്കലാണാപത്ത്. എല്ലാവരും ഓതുന്നത് ആയത്താണ്, വ്യാഖ്യാനത്തിൽ മാറ്റം വരുത്തലുമാണ്. ആടിന്റെ തലയും കൈയുമായി കയറി ഒരാൾ ബസിന്റെ യാത്രക്കാരെ ശല്യം ചെയ്തയാൾ പുറത്തേക്കിടാൻ അവരൊക്കെയും പറയുന്നു. ഇവൻ ശക്തിയായി എതിർപ്പതും തുടരുന്നു. ബസിന്റെ മുന്നിലെ എഴുത്തിനി വായിക്കണേ, കൈകൾ തല പുറത്തേക്ക് ചാടരു തോർക്കണേ. ഇതുപോലെയാണ് മാമുജന്തായത്തുകൾ, അവരാശയത്തിൽ ബാധമില്ലി തെളിവുകൾ. ഇസ്ലാം
ആദരവിന്റെയും അനുസരണത്തിന്റെയും മതമാണ്. വഹാബിസം അവഹേളനത്തിന്റെയും നിഷേധത്തിന്റെയും മൂർത്തീരൂപവും. പണ്ഡിതന്മാരെ പരിഹസിച്ചും പൂർവീകരെ തള്ളിക്കളഞ്ഞും പ്രവാചകന്മാരെ നിസാരവൽക്കരിച്ചും വഹാബിസം മൂല്യങ്ങൾക്കെതിരെയുള്ള കുരിശുയുദ്ധത്തിന് തുടക്കം കുറിച്ചു മുന്നേറി മുഅ്ജിസത്തും കറാമത്തും തള്ളിക്കളയുകയും അദൃശ്യജ്ഞാനം നിഷേധിക്കുകയും അള്ളാഹുവിനെ സൃഷ്ടികളോട് സാദൃശ്യമാക്കുകയും ചെയ്ത് മുസ്ലിം സമൂഹത്തിനിടയിൽ വൈരുദ്ധ്യാദർശങ്ങളുടെ കലാപക്കൊടി ഉയർത്തി മുസ്ലിങ്ങളിൽ യുക്തിവാദ ചിന്തയെ പ്രതിഷ്ഠിക്കാൻ വഹാബിസം നടത്തിയ വൃത്തികേടുകൾ. രാത്രി ഇരുട്ടത്ത് ഗുഹയിൽ ഭജനമിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഴമാക്ക. മൂസാ നബി അല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. നബി മൂസാ നബി അല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. മൂസാ നബി അല്ല, മൂസാക്ക. ആരാണ്? മൂസ സാഹിബ്. കാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്. പച്ചയായ ഒരു മനുഷ്യൻ. ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായി ജനിച്ച്, മനുഷ്യനായി വളർന്ന്, മനുഷ്യനായി പ്രവർത്തിച്ച്, മനുഷ്യനായി ചിന്തിച്ച്, മനുഷ്യനായി മരിച്ച മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 40 വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബിപ്പയ്യൻ. പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊറിയപ്പോഴേക്കും തന്ത തെറിച്ചുപോയി. അവിടുന്ന് തന്നെ തുടങ്ങാം. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാലത്ത് ആരേറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ, അറിഞ്ഞാല് ഇതാ ആളില്ലേ. നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവ ഉണ്ടായതിന്റെ ശേഷം. ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷം ഉള്ള പ്രശ്നം ഇവ ഉണ്ടായ പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്, മറ്റോള് പറയാറുണ്ട്. അതിന്റെ ശേഷം ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷം ഉള്ള പ്രശ്നം ഇവ ഉണ്ടായ പറയാറില്ല, ഉള്ളിലുണ്ട്. മുജാഹിദുകൾക്ക് ഉള്ളിലുണ്ട്. അതിന്റെ ശേഷം ആ ദജ്ജാൽ ഉണ്ടല്ലോ, ഓ ഉണ്ടായതിന്റെ ശേഷം ഉള്ള പ്രശ്നം ഇവ ഉണ്ടായ പറയാറില്ല, ഉള്ളിലുണ്ട്. അവഹേളനം അവർക്കുള്ള മുദ്രയിൽ പെട്ടതാ. നബിമാർകളെ തരം താഴ്ത്തലും പതിവുള്ളതാ. ഓഗസ്റ്റ് ലക്കം സൽസബിൽ നോക്കേണ്ടതാ. 61 സനത്തതിൽ കാണുന്നതാ. ഇത് കാരണം ജനമൊക്കെയും അകലുന്നു. ഇസ്ലാമിലുള്ള മതിപ്പതാ കുറയുന്നു. ഇതിനുള്ള പ്രതിഫലമായതാ കാണുന്നു. തന്മക്കൾ ദീന നിഷേധിയായി മാറുന്നു. നബിമാര് സാധാ മനുഷ്യരാണെന്നത് ഇബ്ലീസ് പണ്ടു പറഞ്ഞതാണേ വാക്കത്. കുഫാറുകൾ മുഴുവൻ ഇതും പറഞ്ഞുള്ളതാ. യാസീനു സൂറ നോക്കിയാൽ കാണുന്നതാ. ഇതുപോലെ തന്നെ മുജാഹിദും പറയുന്നു. അവർക്കുള്ള മദ്രസ ബുക്കതിൽ കാണുന്നു. 3-ാം താരം പഠിക്കുന്ന പിഞ്ചോമനകളെ പിഴപ്പിക്കുമേ വിശ്വാസ കാര്യം മക്കളെ. പരിപൂർണമായി നബിമാർ വഴിപ്പെട്ടില്ല. റബ്ബിന് തോഹാ നബിയെ പോലും ഇല്ല.
ആഗസ്റ്റ് ലക്കം സൽസബിൽ നോക്കേണ്ടതാ 71 സനതതിൽ പറയുന്നതാ ആദർശ ബന്ധുദുൽ ഹുവൈസിറത്താണേ നബി നീതി ചെയ്തില്ലെന്ന് പറഞ്ഞവനാണേ മഹത്തുക്കളെ മതിപ്പില്ല എങ്കിൽ പിന്നെ അവസാനമായി പിഴക്കുന്നതാണേ പൊന്നേ ഖുർആന് ഓത്ത് മൗലവി പതിവാണ് അർത്ഥം അതിന് കീശയിൽ നിന്നാണ് മുഅ്ജിസത്തും കറാമത്തും തള്ളുന്നതാ അതിനുള്ള കഴിവുകളൊക്കെയും നീക്കുന്നതാ തൗഹീദ് പുസ്തകം നോക്ക് നീ കാണുന്നതാ 75 പേജതിൽ വിവരിച്ചതാ ശത്രുക്കളോ ഈദ് കണ്ട വേള രസിച്ച് ജൂതർനെ സാറാ ഇത് കേട്ട് സന്തോഷിച്ച് ആദർശ്യ ജ്ഞാനം പൂർണ്ണമായി നിഷേധിയായി മുജാജമാദികളൊക്കെയും ഇതിലൈക്യമായി ഓഗസ്റ്റിലക്കം അൽമന നോക്കേണ്ടതാ 85 കൊല്ലമിൽ വിവരിച്ചതാ കഴിവുകളൊന്നും ഇല്ല മരണശേഷം മഹത്തുക്കളായ പോലുമേ ആശേഷം മുഅ്ജിസത്തില്ല കറാമത്തും അതുമില്ല അല്ലാഹു അവരെ പരിഗണിക്കുകയില്ല ബിദ്ഈയുകൾ അവരൊക്കെ തിവാദിയ യഥാർത്ഥമിൽ അവരൊക്കെയും ഖുറാഫിയ ആത്മാവിനെ കുറിച്ചോ അവർക്കറിയില്ല അറിവിന്റെ സത്തെയും ഒട്ടുമേ അറിവില്ല റബ്ബിന്റെ തദ്ബീർ നോക്കി കാണുകയില്ല മഹത്തുക്കളെ തള്ളാന് മാടിയും ഇല്ല ഈ ആലമിന്റെ രഹസ്യവും അറിയില്ല അറിവില്ല എന്നത് ഇപ്പോഴും അറിയില്ല ഇവർക്കുള്ള രോഗ ലക്ഷണം നീ അറിയണം മഹത്തുക്കളെ ആക്ഷേപമാണ് കരുതണം ഇന്നുള്ള ഉലമ ഇന്നവർ കളിയാക്കി രണ്ടാമതായി മുൻഗാമിയെ താളവാക്കി ഇമാമുമാരെ പുച്ഛമായി തള്ളുന്നു വിലായത്തുള്ളവരെ നിഷേധിക്കുന്നു അസ്ഹാബുമാരെ പിന്നതാ തള്ളുന്നു അവസാനമായി നബിയെ തരം താഴ്ത്തുന്നു പിന്നീട് ഖുർആനിനെ തബ്ദീലാക്കി മഹത്തമുള്ളതിനൊക്കെയും ചെറുതാക്കി അല്ലാഹ് വിശ്വാസം തന്നില പിഴവുള്ളത് സൃഷ്ടികളെ സാദൃശ്യമാണതിലുള്ളത് സെപ്റ്റംബർ ലക്കം അൽ മേനാർ നോക്കേണ്ടതാ 88 കൊല്ലമിൽ കാണുന്നതാ മുൻകാല പാർട്ടിക്കുള്ള പിഴവതിലാണ് ജമാ മുജന്റെ പോക്കതും ഇതിലാണ് മുജ്ഹൊഴികെ എല്ലാം നാശമടയും എന്നത് വ്യാഖ്യാനമില്ല എങ്കിലാണ് പിഴച്ചത് ഒരു ഗ്ലാസ് പാലിൽ കടുമണി തൂക്കത്തില് വിഷമുണ്ട് ഒഴിവാക്കേണ്ടതാ ആ ഹാലില് സ്വഹാബികളുടെ ഇജ്മാ മുഖേന നടപ്പിലാക്കപ്പെട്ട മുഴുവൻ കർമ്മങ്ങളെയും നിഷ്കരുണം തള്ളിക്കളയാൻ വഹാബി പൗരോഹിത്യത്തിന് യാതൊരു മടിയുമുണ്ടായില്ല. ഔലിയാക്കളിൽ ശ്രേഷ്ഠരായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി
റളിയല്ലാഹു അൻഹുവിനെ മുഹീദ്ദീൻ എന്നാക്കി മാറ്റുകയും ഔലിയാക്കളുടെ സരണിയെ അദ്വൈത സിദ്ധാന്തത്തോട് ഉപമിക്കുകയും ചെയ്ത വഹാബിസം എത്രമേൽ അപകടകരമാണെന്ന് നമുക്കൊന്നു നോക്കാം. മക്കളില്ലാതിശ്രേഷ്ഠരാം ഉസ്മാനരും പുന്നാര നബിയുടെ 2 മക്കളെ സൗജരും അവരാൽ നടന്നൊരു വാങ്ക് പോലും ബിദഇയ മഹാനവറുകൾ ഇന്ദഹും ഖുറാഫിയ ചുരുക്കി പറഞ്ഞാൽ കുല്ലിലും തരം താഴ്ത്തല നേതാക്കൾ അധികം തന്ത്രമായി ചെറുതാക്കല തരം താഴ്ത്തി ഔലിയാക്കളെ മുഴുവൻ ഇവർ ദീനെന്ന് മാറ്റിമറിച്ചു മുഹിയദീനവർ അദ്വൈതമത്രേ ശൈഖിനുള്ള വാദമായി ആചാര്യ ശങ്കരനോട് തുലനം ചെയ്തു പോയി. ജൂലായിലക്കം അൽമനാർ കാണേണ്ടതാ 980 നോക്കേണ്ടതാ. അല്ലാഹു യുദ്ധം ചെയ്യുമിവരോടെന്ന് ഖുദ്സി ഹദീസിൽ വ്യക്തമായി പറയുന്നു. ഈ യുദ്ധമിൽ നീ തീർച്ചയായി മരിക്കുന്നതാ, അതോടെ നിന്റെ മാനതും നശിക്കുന്നതാ. ബുഖാരിയിൽ ഇത് വ്യക്തമായി പറയുന്നതാ. ബാബുത്തവാളു നോക്കതിൽ കാണുന്നതാ. ഉലമാഇനെ തരം താഴ്ത്തലും ഇവർക്കുള്ളതാ. അംവാത്ത് അഹിയാവും അതിൽ ഉൾപ്പെട്ടതാ. നിനക്കുള്ള കോട്ടം ആദ്യമായി ചിന്തിക്കണം. അന്യന്റെ മാംസം തിന്നലും സൂക്ഷിക്കണം. നിനക്കുള്ള അമല് നാളെ അവനും നൽകണം. ഇല്ലെങ്കിലോ അന്യന്റെ കുറ്റം ഏൽക്കണം. പരലോകമിൽ നീ കൈവലഞ്ഞവൻ തന്നെയാ. ഖേദം ഒടുക്കാൻ മാർഗമില്ലത് തീർച്ചയാ. സദാചാരത്തെ അനാചാരമാക്കലും അനാചാരത്തെ സദാചാരമാക്കലും വഹാബിസത്തിന്റെ സ്ഥാപിത ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. മദ്ഹബുകൾ 4 പറഞ്ഞ് തള്ളിക്കളഞ്ഞവർ ഇന്ന് 4000-ലധികം മദ്ഹബുകളുടെ വിതരണക്കാരായി മാറിയത് ചരിത്രത്തിലെ ഒരു കൗതുകം മാത്രം. നബിദിനാഘോഷവും ആണ്ടുനേർച്ചകളും അനിസ്ലാമികമെന്നലറി തെരുവുകളെ ഇളക്കിമറിച്ചവർ സലഫി ഫെസ്റ്റും താലപ്പൊലിയുമായി രംഗത്തു വന്നപ്പോൾ വിശ്വാസി സമൂഹം മൂക്കത്ത് വിരൽ വെച്ചുപോയി. മരണവീട്ടിലെ ഖുർആൻ പാരായണത്തിനും തഹ്ലീല് മജ്ലിസുകൾക്കുമെതിരെ കൊട്ടും കുരവയുമെടുത്തവർ തന്നെയാണ് നുണപറയൽ മത്സരങ്ങൾ നടത്തി റെക്സോണ സോപ്പുകൾ സ്വന്തമാക്കിയത്. വഹാബിസത്തിന്റെ ഇത്തരം മറിമായങ്ങളിലേക്കൊരെത്തിനോട്ടം. അപ്പോ അലവി സഖാബിന്റെ ചോദ്യം എന്താ? ചോദ്യം എന്നറിയോ? ചോദ്യം അതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ? മാതൃഭൂമി വായിക്കലാണ് നല്ലത്. ഇങ്ങനത്തെ ഒരു മൗലിദ് ആഘോഷിച്ചിട്ടില്ല. لأن الابتداع في الدين ليس مباحا بإجماع المسلمين. മതത്തില് അനാചാരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മുസ്ലിം ലോകത്തെ ഏകകണ്ഠമായ തീരുമാനപ്രകാരം അനുവദനീയമല്ല തന്നെ. ഫലം യബ്ഖ ഇല്ലാ മക്റൂഹൻ ഔ ഹറാമൻ. അതിനാൽ മൗലിദാഘോഷം ഒന്നുകിൽ വെറുക്കപ്പെട്ടത് അല്ലെങ്കിൽ ഹറാമായ കാര്യം. नबी का झंडा हर घर में लहरा, पुकारो या रसूल अल्लाह या हबीब अल्लाह. مفتونا مكحلا في خلع الوقار والمهابة يجلى. ولد نبينا محمد
محمد صلى الله عليه وسلم بوجه ما يرى أحسن منه ولا أحلى صلى الله ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാമിന് ഒരു തരത്തിലും എതിരല്ലെന്ന് പ്രമുഖ ഹദീസ് പണ്ഡിതനും മുജാഹിദ് നേതാവുമായ എ അബ്ദുസലാം സുല്ലമി പറഞ്ഞു. കണ്ടോ, ഓണസദ്യ കഴിക്കുന്നത് തെറ്റല്ലെന്ന് അബ്ദുസലാം സുല്ലമി പറഞ്ഞു. ജില്ലാ മുജാഹിദ് സമ്മേളനത്തോടനുബന്ധിച്ച് ഓപ്പൺ ഫോറത്തിലാണ് ഇത് സംബന്ധിച്ച് സദസ്സിൽ നിന്ന് ചോദ്യമുയർന്നത്. ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാം മതത്തിന് വിരോധമുണ്ടെന്ന ചില മുസ്ലിം കേന്ദ്രങ്ങളുടെ പ്രചാരണത്തിനിടെയാണ് മുജാഹിദ് പണ്ഡിതൻ നിലപാട് വ്യക്തമാക്കിയത്. 2006 മാതൃഭൂമി ഡിസംബർ 11 പുറത്തിറങ്ങിയ ആ പത്രത്തിൽ അത് കാണാം. അപ്പോ ഓണസദ്യ കഴിക്കുന്നത് ഇസ്ലാമിനെതിരല്ല. ആരാ പറയുന്നത്? എന്നോ അവസാനത്തിൽ പറയാൻ നബിദിനത്തിന്റെ ചോറ് തിന്നാൻ പറ്റൂല. എടാ, ഓണത്തിന്റെ ചോറ് തിന്നാൻ നബിദിനത്തിന്റെ ചോറ് തിന്നാൻ പറ്റൂല. അതെന്താണ് വ്യത്യാസം? അത് നെയ്ച്ചോറ് മറ്റേ സദ്യയാണെന്നുള്ള വ്യത്യാസം. നശിക്കലായി നിർമ്മിച്ച മതവും കൊണ്ടവർ നടക്കുന്നതായി ജൂലായിലക്കം അൽമനാർ നോക്കേണ്ടതാ. 86 സനത്തതിൽ കാണുന്നതാ. ദൂതർന്ന സ്വാറാക്കുള്ള ഏർപ്പാടാണിത്. ചാണിന് ചാണായിട്ടിതാ തുടരുന്നത്. ശരിയായ സുന്നത്തോ അവർ തള്ളുന്നു. വേണ്ടാത്ത വിദ്അത്തോ അവർ കൊള്ളുന്നു. മീലാദ് ദിക്റ് മജ്ലിസെല്ലാം തെറ്റ്. നുണ മത്സരം സദസ്സവർക്ക് ഹിറ്റ്. പുതുതായി നടത്തിയ ചര്യകൾ പലതുണ്ട്. രാമന്റെ കോലം കെട്ടലും അതിലുണ്ട്. താലപ്പൊലി പല മേളയും നടപ്പുണ്ട്. സിനിമാ മിമിക്രി നാടകം അതിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ചക്കി ചങ്കരനൊത്തതാ
അതുപോലെ ചങ്കരൻ തീർച്ച ചക്കിക്കൊത്തതാ കരടിന്റെ കോലം കെട്ടലോ അത് പുണ്യമാ മീലാത് റാലി എങ്കിലോ അത് കുറ്റമാ ഇത്യാദി മജ്ലിസ് തന്നെ സലഫി ഫെസ്റ്റ് ആത്മീയത അകറ്റുന്നതാണ് ബെസ്റ്റ് വ്യഭിചര്യയാ തലപ്പാവ് സംശയമില്ല പരിഹാസമാ സലഫിക്കിതിഷ്ടവുമില്ല യഥാർത്ഥ മുശ്രിക്ക് കാഫിറല്ല ഇവർക്ക് മുസ്ലിയാരതാണോ കാഫിറ തലഫീക്ക് സ്ത്രീകൾക്ക് പള്ളി ഉത്തമം എന്നുള്ളതും ഖുത്ബന്റെ ഭാഷ അറബിയെ മാറ്റുന്നതും മയ്യിത്തിനരികിൽ ഓത്ത് ഖുർആൻ തെറ്റ് ഒരു പത്രവായനയെങ്കിലോ അത് ഫസ്റ്റ് ജനാസ വഹിച്ച് കൊണ്ടുപോകും നേരം തുടങ്ങുന്നതാണവർ ഭൗതിക സംസാരം ചൊല്ലുന്നതോ തഹ്ലീലതെങ്കിൽ കുറ്റമാ നാവിന്റെയോ നബിയോരെ മാതുകളൊന്നുമേ പറയല്ലേ കൂട്ടായിരുന്ന ദിക്റുകൾ നീ ചൊല്ലല്ലേ ഇതുപോലെ വേണ്ട കൂട്ടമായൊരു പ്രാർത്ഥന സുബ്ഹിക്ക് വേണ്ട ഖുനൂത്ത് എന്നൊരു അർത്ഥന ഓതല്ല ഖുർആൻ മരണ വീട്ടിൽ നിന്ന് എന്നും പറഞ്ഞു മുടക്കി തലഫികളിന്ന് ദിക്റും സലാത്തും മാറ്റിവെച്ച മുജാഹിദ് ഈ ദീനിലേക്ക് കൊണ്ടുവന്നത് പുതിയത് സമ്മേളനത്തിൽ കളവു പാറയൽ മത്സരം ഇസ്ലാമിനും നാശത്തിനാണ് അവസരം ഈ മത്സരത്തിനുള്ള സമ്മാനം ഇതാ റെക്സോണ സോപ്പും പെട്ടിയും ആണെന്നതാ ഇതുപോലെ പലതും ഉള്ളതാ ഈ മാതിരി വസ്വാസോ ഖന്നാസാണ് ഓഹോ പാതിരി സുബ്ഹാന റബ്ബി തലഫിദാ പറയുന്നു നബിയോരെ ജാരം കള്ളമാണ് എന്ന് ഉസ്സൻകുട്ടി സിഡിയിൽ വ്യക്തമായി പറയുന്നതാ സക്കരിയ ഭരണം കിട്ടിയാൽ പൊളിക്കുന്നതാ മനപാഠമാക്കണം കുറ്റപാത്രം സർവതും സൂക്ഷിക്കണേ ഉമ്മത്തു മുസ്ലിമാ മുഴുവനും ഈ കുറ്റപാത്രം മലക്കുകൾ എഴുതുന്നു പരലോകമിൽ നിൻ കയ്യിലും എത്തുന്നു നീ എന്ത് മാറുപടി അന്നു പറയും ഓർക്കണേ നീ ഇജ്തിഹാദിൻ അർഹനല്ല മാറണേ തത്തിൽ
നിനക്കുള്ളത് അതിലേറെ ഗൗരവമല്ലേ ദീനിൽ വേണ്ടത് നിനക്കുള്ള മറുപടി സുർത്ത സമ്മതിക്കില്ല അതുപോലെ മാലക്കും എതിര് കേൾക്കുകയില്ല പരലോകത്തിൽ തൗബക്ക് സ്ഥാനവുമില്ല ഈ ലോകത്തേക്ക് മടക്കമോ അതുമില്ല ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കുടില തന്ത്രത്തിൽ നിന്നാണ് വഹാബിസത്തിന് ബീജാവാപം കിട്ടിയത്. ബ്രിട്ടീഷ് ചാരൻ ഹംഫറും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബും ചേർന്ന് മുസ്ലിം സമൂഹത്തിനിടയിൽ ആദ്യമായി ഭിന്നിപ്പിന്റെ വിഷവിത്ത് പാകുകയായിരുന്നു. ശാഖാപരമായ കാര്യങ്ങളിലുള്ള തർക്കങ്ങളിൽ നിന്ന് മാറി അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് തർക്കങ്ങളെ വലിച്ചിടുവാൻ കഴിഞ്ഞതോടെ മുസ്ലിം സംഘശക്തി പലതായി ചിന്നിച്ചിതറുകയും നിത്യകലഹങ്ങളുടെ കൂടാരമായി മാറുകയും ചെയ്തു. എന്നാൽ വഹാബിസം പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് തങ്ങൾ ഐക്യസംഘക്കാരാണ് എന്നാണ്. ഈ വൈരുദ്ധ്യാധിഷ്ഠിത വഹാബി പ്രചരണം ഒന്നു കാണുക. ബ്രിട്ടീഷ് തന്ത്രം കേൾക്കുക. ഒന്നാമതായി മഹത്തുക്കളെ തരം താഴ്ത്തല തൗഹീദിനായി ഉണ്ടക്ക് പക്ഷി മൂന്നതാ വീഴുന്നു സ്വാഭാവികം ഭിന്നിപ്പത വാഴുന്നു തർക്കം മുതൽ മഹത്തുക്കളിൽ മതിപ്പില്ല അത് കൊണ്ട് തന്നെ മതത്തിലും ഉറപ്പില്ല ഡയറി കുറിപ്പ് ഹംഫറിൻ്റതിലുള്ളതാ ഇംഗ്ലീഷ് അറബി ഉറുദുവിൽ അത് വന്നതാ ഇതിന് ചാരം മാരതാ എത്തുന്നു ഭിന്നിപ്പിനായി ആലോചന നടക്കുന്നു മുസ്ലിം അതിന്റെ സംഘശക്തി നശിക്കണം അതിനായി പുത്തൻ ആശയങ്ങൾ കാണണം ഖിലാഫ് രണ്ട് തരത്തിലായിട്ടുള്ളതാ അടിസ്ഥാനമായും ശാഖയായും ഉള്ളതാ ശാഖാപരം റഹ്മത്തതാണേ പൊന്നെ അടിസ്ഥാന തർക്കം ശാപകാരണം തന്നെ മദാഹിബിന്റെ ഖിലാഫ് രണ്ടിൽ കാണണം തക്ഫീറതാണ് അപകടത്തിന് കാരണം കമ്മിറ്റിയിൽ കയറി പതുക്കെ നിന്നതാ സുന്നിയ മദ്രസ പള്ളിയും തട്ടുന്നതാ നിനക്കന്യ പള്ളികൾ എന്തിനാ നീ നോക്കണം പുതിയാശയത്തിന് പള്ളി വേറെ കാണണം ഭിന്നിപ്പിനാണത് മാർഗമായിട്ടുള്ളത് നിർബന്ധമായി ഒഴിവാക്കലാണത് വേണ്ടത് കേസെങ്കിലോ നീ പൈസയും ചിലവാക്കണം ഒരു പള്ളിക്കായി രണ്ടിന്റെ പണമൊഴിവാക്കണം ഇതുപോലെ രണ്ടു വിഭാഗവും വേണ്ടുന്നതാ അവസാന ചിലവ് 4 പള്ളിക്കുള്ളതാ രണ്ടു വിഭാഗം സമയവും നഷ്ടത്തിലായി നമീമത്തും ഫസാദ് കലഹം നിത്യമായി സുന്ദീയ സമ്പത്തും വിഴുങ്ങൽ നല്ലതാ എന്നുള്ള വിശ്വാസം അവർക്കിന്നുള്ളതാ മുൻകാലമിൽ ഇതു ചെയ്ത് പോന്നിട്ടുള്ളതാ താരീഖു 48 പറയുന്നതാ ഇതു വിശ്വസിച്ച് ഐക്യവും പറഞ്ഞാല് ഒന്നായി നിൽക്കൽ എന്നുമേ മുഹാല് ഐക്യം പറഞ്ഞു മുജാഹിദാക്കൾ തന്ത്രമാ ഇവർക്കുള്ള അസ്ലും ആദ്യമൈക്യ
മുസ്ലിം വിരോധികളുടെ ചെരുപ്പ് നക്കിയും ദാസ്യവേല ചെയ്തും യജമാനഭക്തി പ്രകടിപ്പിച്ച വഹാബികൾക്ക് അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾ കിട്ടിയ സന്ദർഭങ്ങളിലെല്ലാം സമുദായമധ്യേ ചുടുചോരയുടെ നീർച്ചാലുകൾ തീർക്കാനാണ് അവർ ശ്രമിച്ചത്. ശിർക്കിന്റെ സംഹാരത്തിനും തൗഹീദിന്റെ സംസ്ഥാപനത്തിനും വേണ്ടി പൗരോഹിത്യാളോഹയണിഞ്ഞിറങ്ങിയ വഹാബി പാതിരിമാർ കൊന്നൊടുക്കിയ മനുഷ്യജന്മങ്ങൾക്കോ തകർത്തെറിഞ്ഞ സാംസ്കാരിക കേന്ദ്രങ്ങൾക്കോ കയ്യും കണക്കുമില്ല. ഇസ്ലാമിലുണ്ടോ അങ്ങനെ ജാറം കെട്ടിപ്പടുക്കലും ഒരു സംരക്ഷിക്കലും? പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന, പൊളിച്ചു കളയാനാ ഇസ്ലാമിന്റെ കൽപ്പന. ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിയെ ഖബർ പൊന്തിച്ചിട്ടില്ല. ആ ഖബറിന്റെ ചുറ്റുമുള്ള വീട് മോടി പിടിപ്പിക്കലും അതിന്റെ മേളത്തെ ആളുകൾ പച്ചക്കൊക്കെ കൊണ്ടുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ലാതെ മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറ് പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പൈപ്പിനെ നിർമ്മിക്കുന്നതുമാണ്. രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുമ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറ് പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ പൈപ്പിനെ. ഇമാമുകൾ ഒന്നിച്ചാദീനിൻ ചിന്തയെ ചിക്കിച്ചികഞ്ഞു തിരിച്ചിടുന്നു ബുദ്ധിയെ. ആവശ്യമില്ല കാര്യമിൽ ചിന്തിച്ചു ഉലമാ ഉമ്മത്തിന്റെ ശ്രദ്ധ തിരിച്ചു. അത് കാരണം മുസ്ലിം ഹുക്കുമ നിലച്ചു. മുന്നോട്ടു കറക്കം പിന്നിലേക്ക് കുതിച്ചു. ഇതിനാൽ ഇവർക്കും ലക്ഷ്യമുള്ളത് തന്ത്രമാ. ശത്രുക്കളെ സഹായിക്കൽ കുതന്ത്രമാ. രാഷ്ട്രങ്ങളൊക്കെ ഗവേഷണം നടത്തുന്നതായി ആകാശലോകത്തേക്കതും നീളുന്നതായി. മുസ്ലിങ്ങളോ തർക്കത്തിനാലവരെത്തി. ജാറം പോളി റൗല പോളി വരെയെത്തി. ഏതെങ്കിലും രാഷ്ട്രത്തിനോ ജയം കിട്ടുവാൻ മുസ്ലിങ്ങളെ കൊല്ലൽ വഴി അത് നേടുവാൻ. തലപ്പിന്റെ നേട്ടം നോക്കൂ നാറ്റം ബോംബ. മറ്റുള്ളവർക്കോ കൂറ്റൻ ആറ്റം ബോംബ. പിൽക്കാലത്തിൽ ദിൻ തന്നെ മാറ്റിമറിച്ചവർ അവരാണ് മുസ്ലിം ഐക്യമാകെ തകർത്തവർ. ഈ കുറ്റപാത്രം വീണ്ടും വീണ്ടും കേൾക്കണേ. ദയവായി ഹീറ്റാവാതെ നീ ചിന്തിക്കണേ. ഏതോ വിരൽ ഭിന്നിച്ചിരുന്നാൽ പിന്നെ നഷ്ടപ്പെടുന്നു നമുക്ക് എല്ലാം തന്നെ. ജമാഅത്തായിട്ടുള്ള നിസ്കാരത്തിന് 27 പ്രതിഫലം ഐക്യത്തിന്. ഐക്യത്തിലാണ് പ്രതാപമെല്ലാം ഉള്ളത്. ഭിന്നിച്ചിരുന്നാൽ നഷ്ടമാ കൊയ്യുന്നത്. ചെറുകയറു തൻ കൂട്ടായ്മയാവണു കയറുകൾ. ഭിന്നിച്ചിരുന്നാൽ സാരമില്ലത് നാരുകൾ. പരലോകമോക്ഷം ഇല്ല എങ്കിൽ പിന്നെ ദുനിയാവ് കൊണ്ടൊരു ഫലവുമില്ല പൊന്നെ. മുറുക്കാന് ചിന്തിച്ചപ്പോ വെറ്റിലയില്ല എങ്കിൽ കടം വാങ്ങാം അടക്കയുമില്ല. അപ്പോഴ് നോക്കുമ്പോഴ് നൂറതുമില്ല. പിന്നല്ലേ പോല ചിന്തിക്കാനതുമില്ല. മൂജക്ക് ഖുർആൻ സുന്നത്തൊട്ടുമില്ല. പിന്നല്ലേ ഫിഖ് നഹ്വ് മന്തിഖുമില്ല.